ഇറാനും അമേരിക്കയും ഇപ്പൊ പൊട്ടിക്കും എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിനെ ആശങ്കയിലാഴ്ത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ ഇറാന്റെ സമുദ്ര പരിസരത്തേക്ക് അടുപ്പിക്കുന്നു എന്ന വാർത്ത വളരെ ഭീതിയോടെയാണ് ലോകം കേട്ടത്. എന്നാൽ ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ വെറുതെ കയ്യുനീട്ടിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായതോടെ ഒരു യുദ്ധം അസന്നമാണെന്ന് തന്നെയാണ് ലോകം കരുതുന്നത്. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ സേനയായ റെവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിന്റെ സമാധാനത്തിനോടൊപ്പം സാമ്പത്തിക രംഗത്തെയും ബാധിക്കുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്ന്, ചരിത്രപരമായ പശ്ചാത്തലം. ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ വേരുകൾ 1953 CIA ഇടപെടലിലേക്ക് ചെന്നെത്തുന്നതാണ്. അന്ന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിലെ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദേനിക്കിനെ അട്ടിമറിച്ചു. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തതോടെ ബന്ധങ്ങൾ കൂടുതൽ വഷളായി. പിന്നാലെ 1980 ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെയും സദാമിനെയുമാണ് പിന്തുണച്ചത്. അതും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ചരിത്രപരമായ കാരണങ്ങളിലൊന്നാണ്. പിന്നീട് നിരവധി തവണ ഇവർ തമ്മിൽ അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം പോരടിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇറാന്റെ ആണവ പദ്ധതികളുടെ പേരിൽ നിരന്തരം ആ രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ കടുപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് 2020 ജനറൽ ഖാസിം സുലൈമാനിയുടെ വധമാണ് ഈ സംഘർഷത്തെ കൂടുതലായി രൂക്ഷമാക്കിയത്. അതിനുശേഷം കഴിഞ്ഞ വർഷം 2025 ജൂണിൽ അമേരിക്ക ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ഇതും ഇപ്പോഴത്തെ പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലമാണ്. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി പുനരാരംഭിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് സമീപകാല സംഭവങ്ങളാണ്. 2025 അവസാനത്തോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ സർക്കാർ ഈ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. അമേരിക്ക ഇറാൻ സർക്കാരിന്റെ നടപടിയെ ശക്തമായി അപലപിച്ചു എന്ന് മാത്രമല്ല, ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് എല്ലാ സഹായവും വാഗ്ദാനവും ചെയ്തു. ആവശ്യമെങ്കിൽ സൈനിക സഹായവും നൽകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ട്രംപ് ഇറാനെ ഭീകര രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകരഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് നിലവിലെ സ്ഥിതിയാണ്. 2026 ജനുവരി 30 അമേരിക്ക ഇറാന് സമീപമുള്ള USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണകാരിയായ സേനയെ വിന്യസിച്ചിരിക്കുന്നു. ട്രംപ് ഇറാനോട് ആണവ കരാർ ചർച്ചകളൊക്കെ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞതിനേക്കാൾ വളരെ മോശമായ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. പിന്നാലെ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് സൈന്യം തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. റീജിയം ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുവാൻ ട്രംപ് ഇറാൻ നേതാക്കളെയും സുരക്ഷാ സേനകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും വാർത്തകളുണ്ട്. മറുവശത്ത് ഇറാനും യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചു. 1000 സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് നേരെ എന്ത് നീക്കമുണ്ടായാലും US ബേസുകളെയും വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ഇറാൻ ഡ്രോണുകൾ US കപ്പലുകളെ ചുറ്റിപ്പറയുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാലാമത്തേത് ഡിപ്ലോമാറ്റിക് ശ്രമങ്ങളാണ്. സംഘർഷം ഒഴിവാക്കാൻ ഡിപ്ലോമാറ്റിക് ശ്രമങ്ങൾ തീവ്രമായി തന്നെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇതിനിടെ തുർക്കി സന്ദർശിച്ചു. പിന്നാലെ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് തുർക്കി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇറാൻ ഭീഷണികൾക്ക് കീഴിൽ ചർച്ചകൾ നടത്തില്ലെന്ന് ആത്മീയ നേതാവ് അലി ഖമനേയി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ന്യായമായ ആണവ കരാറിന് തയ്യാറാണെന്നും അദ്ദേഹം സമ്മതിച്ചു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും UAEയും തങ്ങളുടെ ആകാശ മേഖല US ആക്രമണത്തിന് ഉപയോഗിക്കുവാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മേഖലയിലെ രാഷ്ട്രങ്ങളല്ലെങ്കിലും ചൈനയും റഷ്യയും സംയമനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഞ്ചാമത്തേത് ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളുമാണ്. ഈ പിരിമുറുക്കം നിലവിൽ എണ്ണവിലകൾ ഉയർത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞു. സ്വർണ്ണവില കുതിച്ചുയരുന്നതും ഇതിന്റെ ഒരു പ്രതിഫലനമാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം അപകടത്തിലാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം വർദ്ധിക്കാം. അതുപോലെ തന്നെ US ബേസുകൾ ഇറാൻ മിസൈലുകളുടെ ഭീഷണിയിലുമാണ്. ഇറാനിലെ പ്രതിരോധക്കാർ ഇപ്പോഴും ട്രംപിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുദ്ധം ആരംഭിച്ചാൽ അത് വ്യാപകമായ മനുഷ്യനാശത്തിനും സാമ്പത്തിക നാശത്തിനും കാരണമാകും. ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവയിലൂടെ തിരിച്ചടിക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഇത് യമൻ, ലെബനൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ
ആണവ പ്രസരണം തടയുവാൻ ഉദ്ദേശിച്ച ഈ നീക്കങ്ങൾ ഇറാനെ കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിലേക്ക് തന്നെ നയിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷവും ഇറാൻ അമേരിക്ക സംഘർഷം യുദ്ധത്തിന്റെ വക്കിലാണ്. എന്നാൽ ഡിപ്ലോമസി ഇപ്പോഴും സാധ്യമാണ്. ട്രംപിന്റെ പീസ് ത്രൂ സ്ട്രെങ്ത് നയം ഇറാനി ചർച്ചകൾക്ക് നിർബന്ധിക്കുമോ അതോ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആഗോള സമൂഹം സംയമനം ആവശ്യപ്പെടുന്നു. കാരണം ഈ സംഘർഷം ലോകമെമ്പാടും പ്രതിഫലിക്കും. ഇറാനിലെ ജനങ്ങൾ സമാധാനവും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര ഇടപെടൽ അപകടകരമാണ്. അതോടൊപ്പം തന്നെ വെനിസ്വലയിലെ എണ്ണയിൽ നിയന്ത്രണം സ്ഥാപിച്ച അമേരിക്കയ്ക്ക് ഇറാനെ വീഴ്ത്തിയാൽ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കാമെന്ന ആഗ്രഹവും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടാവാം. 2025 ലോക സമാധാനത്തിനായി നടന്ന ട്രംപും അമേരിക്കയും ഇപ്പോൾ 2 മാസത്തിനിടയിൽ ലോക സമാധാനത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രീൻലാൻഡിലായാലും വെനിസ്വലയിലായാലും ഇപ്പോൾ ഇറാനിലായാലും.